പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് CPM-ഉം അതേപോലെ സജി ചെറിയനും നിരത്തിയത്. ഇത് ഒണാട്ടുകര ഭാഷയാണ് പ്രശ്നമായതെന്നും ഭരണഘടനയല്ല ഭരണകൂടത്തെയാണ് താൻ ലക്ഷ്യമിട്ടതെന്നും ഒക്കെ അന്ന് സജി ചെറിയൻ പ്രസംഗത്തിനു ശേഷം മാധ്യമങ്ങളിലൂടെ അത് വിവാദമാവുന്ന സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു. ഇത് ഒണാട്ടുകര ഭാഷയാണെന്നുള്ള ന്യായീകരണമാണ് ഇപ്പോൾ കോടതിയെടുത്ത് ചവറ്റുകുട്ടയിലിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഭരണഘടനയെ തള്ളിപ്പറയുന്നു, അതും ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ആ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തയാൾ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നതായിരുന്നു കേസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ കേസ് വരുന്ന സമയത്ത് 6 മാസക്കാലം അദ്ദേഹത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. സാക്ഷിമൊഴികളെ പരിഗണിക്കാതെ മജിസ്ട്രേറ്റ് ആ അന്വേഷണ റിപ്പോർട്ട് അനുവദിക്കുന്നു, അംഗീകരിക്കുന്നു. അതാണിപ്പോൾ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. അല്ലേ ശ്യാം? അങ്ങനെ തന്നെയാണ്. പോലീസ് എന്ത് അന്വേഷണ റിപ്പോർട്ടാണോ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയത്, ആ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന എന്നതാണ്. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ല എന്ന സർക്കാരിന്റെ പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതി തള്ളുന്നു. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്, നിരീക്ഷിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെയാണ് എന്നുകൂടി ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലൂടെ, അതായത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം, പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപമടക്കം ഹൈക്കോടതി പരിശോധിച്ചിരുന്നു. ആ പരിശോധിച്ചതിൽ നിന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ദൃശ്യങ്ങളിലൂടെ ഈ സജി ചെറിയാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് എന്നാണ്. ഇക്കാര്യത്തിൽ ഒരു പുനരന്വേഷണത്തിനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. അല്പസമയം മുമ്പാണ് ഹൈക്കോടതി ഇതിൽ വിധി പറഞ്ഞത്. അഭിഭാഷകനായ ബൈജു M. നോയൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന ഘട്ടത്തിൽ അതിനുശേഷം പിന്നീട് കേരള ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിനെതിരെ ഹർജി പോയിരുന്നു. ഇന്ത്യൻ ഭരണഘടന അവഹേളിക്കുന്ന പ്രസംഗത്തിന്റെ പേരിൽ നിയമസഭാംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നുള്ളതായിരുന്നു അന്ന് ഹൈക്കോടതിയിൽ പോയിരുന്ന 2 ഹർജികൾ. ആ 2 ഹർജികളും പക്ഷേ കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ആ സാഹചര്യത്തിൽ നിലവിൽ അദ്ദേഹത്തെ മന്ത്രിസഭാ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണം എന്നുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു. അത് ഈ കേസുമായി പരിഗണിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു പുനരന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ആ പുനരന്വേഷണത്തിന് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിയുള്ള പുനരന്വേഷണത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന് മന്ത്രിസഭാംഗമായി തുടരുന്നതിന് നിയമപരമായി തടസ്സമില്ലല്ലോ. കാരണം നിലവിൽ ഹൈക്കോടതി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് അയോഗ്യരാക്കണമെന്നുള്ള ഹർജികൾ തള്ളിയിട്ടുണ്ട്. അതിന്മേലൊരു സ്റ്റേ ഇതുവരെയും വന്നിട്ടില്ല. അല്ലേ ശ്യാം? ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അക്കാലഘട്ടത്തിൽ സജി ചെറിയാൻ രാജിവെച്ചത്, സജി ചെറിയാനെതിരെ ഒരു അന്വേഷണം, പോലീസിന് തന്നെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് സജി ചെറിയാൻ രാജിവെച്ചത്. ആ രാജി എന്നത് ഹൈക്കോടതി അന്ന് ഇതിൽ ഒരു മന്ത്രിസഭാംഗം രാജിവെക്കുക എന്ന് പറയുന്നത്, മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുക എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ചുമതലയല്ല. അത് സമ്പൂർണ്ണമായും അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആണ്, അല്ലെങ്കിൽ വ്യക്തിപരമായി ആ മന്ത്രിയാണ്. ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി അന്ന് ആ കേസിൽ ഇടപെടാതിരുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം ഏത് സാഹചര്യത്തിലാണോ ഒരു അന്വേഷണം നടക്കുന്നത്, ആ ഘട്ടത്തിലാണ് ധാർമ്മികമായ ബാധ്യത ഏറ്റെടുത്ത് സജി ചെറിയാൻ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്നത്. അതേ അന്വേഷണത്തിലുള്ള അതേ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതായത് സജി ചെറിയാനെതിരെ ഒരു പുനരന്വേഷണം വരുന്നു. ആ പുനരന്വേഷണത്തിൽ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ, ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ യോജിക്കാത്ത പ്രസ്താവനയാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു.